കല്ലൂസ് ബേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവം തന്നെയാണ് കേട്ടോ. നൂഡിൽസ് കേക്കാണ്. ഞാനിവിടെ ചെയ്തേക്കുന്നത് 1/2 kg 6 ഇഞ്ച് ടിന്നാണ് യൂസ് ചെയ്തേക്കുന്നത്. ഫ്രഷ് പൈനാപ്പിളാണ് ഫ്ലേവറായിട്ട് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു പാത്രത്തിൻ്റെ ഷേപ്പിലാണ് നമ്മൾ നൂഡിൽസ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അത് ആ പാത്രം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ടോപ്പ് സൈഡിൽ കുറച്ച് വിട്ട് കൂടുതലും താഴത്തോട്ട് കുറവും. അപ്പോൾ അങ്ങനത്തെ ഒരു മോഡൽ കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ താഴത്തോട്ട് ചെത്തി കളയാണ് കേക്കിനെ. ആ സ്പഞ്ച് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നത് ക്രം കോട്ടിങ് ചെയ്ത് വെച്ചേക്കുന്നതിന് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, സാധാരണ ഒരു നോർമൽ ഇതിൽ ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ എങ്ങനെയാണോ ഒരു കേക്ക് ഫിനിഷിങ് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് വൈറ്റ് ക്രീം വെച്ചിട്ട് തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കളർ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അത്ര കുറച്ച് കളറേ നമുക്ക് ആവുള്ളൂ. അതിനുശേഷം നമ്മളിങ്ങനെ ടോപ്പ് സൈഡ് കുറച്ചും കൂടെ വിട്ട് വരത്തക്ക രീതിയിൽ ടോപ്പിൽ ആ ഒരു എഡ്ജിൻ്റെ ഭാഗത്ത് കുറച്ചും കൂടെ വണ്ണം കൂട്ടിയിട്ട് താഴത്തോട്ട് വണ്ണം കുറയത്തക്ക രീതിയിലാണ് നമ്മൾ ഫിനിഷിങ് ചെയ്തെടുക്കുന്നത്. പാലറ്റ് നൈഫ് ചെരിച്ച് പിടിച്ചിട്ട് അങ്ങ് ഫിനിഷിങ് ചെയ്തെടുത്താൽ മതി. ദെൻ നമ്മൾ വളരെ തിന്നായിട്ടുള്ള എമൗണ്ടിലാണ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ ഈ കളറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കുന്നത് സാധാരണ നോർമൽ ഷെഫ് മാസ്റ്ററിൻ്റെ റെഡ് കളറും പിന്നെ 1-2 ഡ്രോപ്പ് ബർഗണ്ടി കളറുമാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോഴാണ് ഈ ഒരു കളർ ഷെയ്ഡ് കിട്ടിയത് കേട്ടോ. അത് ഇതുപോലെ തന്നെ നമ്മുടെ പാലറ്റ് നൈഫ് ജസ്റ്റ് ചെരിച്ച് പിടിച്ചിട്ടൊന്ന് അങ്ങ് ഫിനിഷിങ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത് ഈ ഫോക്ക് നമ്മൾ എങ്ങനെയാണ് അതിൽ സെറ്റ് ചെയ്യണമെന്നാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് വുഡൻ സ്റ്റിക്ക് വെച്ചിട്ടാട്ടോ ചെയ്തേക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഫെവിക്വിക്ക് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളത് സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ യെല്ലോ കളർ ക്രീം, ഇത് ഷെഫ് മാസ്റ്ററിൻ്റെ കളറാട്ടോ യെല്ലോ, അത് നമ്മൾ ക്രീമെടുത്തിട്ട് ഇങ്ങനെ നൂഡിൽസ് പോലെ സാധാരണ ആ ഒരു പൈപ്പ് ബാഗിൻ്റെ അറ്റത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നോസിലൊന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻസൈഡ് ആ ഒരു ബ്രൗൺ ഷെയ്ഡ് പുറത്ത് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് യെല്ലോ കളറും സ്പ്രെഡ് ആക്കിയിട്ട് വീണ്ടും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു സ്റ്റിക്ക് അതിലോട്ട് കുത്തി ഇറക്കുവാണ് കേട്ടോ. അതിൻ്റെ മീതെ ആ സ്റ്റിക്ക് കാണാണ്ടിരിക്കാൻ വേണ്ടി തന്നെ ആദ്യം നിലനിന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഈ യെല്ലോ ക്രീം വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അത് മൊത്തം കവർ ചെയ്ത് പോയതിന് ശേഷം ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രീം വെച്ചിട്ടൊന്ന് ആക്കി കൊടുത്താൽ മതി. ഇത് ഈ ഫോർക്ക് അല്ലാണ്ട് നമുക്ക് പ്ലാസ്റ്റിക് ടൈപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതാകുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു വുഡൻ സ്റ്റിക്കിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ വിക്വിക്ക് യൂസ് ചെയ്തിട്ടാണെങ്കിലും ചെയ്യാം. ഞാനിവിടെ ഇങ്ങനെ ഉറപ്പിച്ച് വെച്ചേക്കുവാണ്. പിന്നെ ഫോണ്ടനിൽ ചെയ്തെടുത്താട്ടോ ഈ ഒരു എഗ്ഗ് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ ഇട്ടേക്കുന്ന സാധനം നമ്മൾ ചെറിയ ഫോണ്ടനിൽ ഇങ്ങനെ ഉണ്ടയാക്കിയിട്ട് ഇട്ടേണ്ട കേട്ടോ. ആ ഒരു ഗ്രീനും റെഡും ബ്ലാക്കും ഒക്കെ ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഉരുട്ടി ഇട്ടെടുത്തേക്കുന്നതാണ്. പിന്നെ ആ ഒരു പിടിയും നമ്മൾ ഫോണ്ടനിൽ തന്നെ ചെയ്തെടുത്താണ്. ജസ്റ്റ് ഇങ്ങനെ ഉരുട്ടിയിട്ട് നമ്മളതിങ്ങനെ വളച്ച് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് വെച്ച് കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം കേട്ടോ. ഫോണ്ടൻ്റ് വർക്ക് കുറച്ചൊന്ന് ഡ്രൈ ആയതിനു ശേഷം ആ ഒരു പിടി വെച്ച് കൊടുത്താലാണ് സെറ്റായിട്ട് ഇരിക്കുള്ളൂ. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കേക്ക് തന്നെയാണ് കേട്ടോ ഇത്. അതായത് നമ്മൾ ഈ നൂഡിൽസ് മോഡൽ ഇത് ചെയ്യുമ്പോൾ എല്ലാവർക്കും അതൊരു ക്യൂരിയോസിറ്റി ആയിരിക്കും, ഇത് എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ അറിയാനും. കുട്ടികൾക്കാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇതൊന്ന് കാണുമ്പോൾ, ഇത് കട്ട് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനിതിവിടെ ചെയ്തത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാട്ടോ. മോക്കത് ചെയ്ത് തരുമെന്ന് അവൾ ചോദിച്ചപ്പോൾ, വീഡിയോയിൽ കണ്ടപ്പോൾ ചെയ്തു തരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ചെയ്ത് നോക്കിയതാട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, വലിയ പണിയൊന്നുമില്ല. അപ്പോൾ തന്നെ ഈവനിങ് ആണ് ഇത് കട്ട് ചെയ്തത്, അതുകൊണ്ട് ലൈറ്റ് ഇച്ചിരി കുറവുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.